ജർമ്മനിയിലുള്ള 35,000 അവരുടെ ഫോഴ്സിനെ ഹംഗറിയിലോട്ട് മാറ്റാൻ തീരുമാനിച്ചു. ഹംഗറി ആരാ? ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. എന്തിനാ ശത്രുവായത്? ബേസിക്കലി ഹംഗറി യൂറോപ്യൻ രാജ്യങ്ങളുടെ ശത്രുവായതിൻ്റെ ബേസ് റീസൺ നിങ്ങൾക്കറിയാം. അതായത് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് റെഫ്യൂജി ആയിട്ട് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് ആൾക്കാർക്ക് ഞങ്ങൾ ഇത്ര പേരെ എടുത്തോളാം, ഞങ്ങൾ 5,000 പേരെ എടുത്തോളാം, ഞങ്ങൾ 10,000 പേരെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. ഹംഗറി തീർത്തും പറഞ്ഞു, ഞങ്ങളൊരൊറ്റ മുസ്ലിംസിനെ എടുക്കത്തില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, സിറിയന്ന് വന്ന സമയത്ത് അവൻ്റെ ഹംഗറിയുടെ ബോർഡറിൽ പന്നിയെ കൊണ്ടങ്ങിറക്കി, അതായത് നാട്ടുപന്നി. കാരണം പന്നിക്ക് അവർക്ക് ഹറാമാണല്ലോ. ഇതൊക്കെ ഞാനിത് പറയുമ്പം ഇതൊക്കെ ഭയങ്കരമായിട്ട് അന്നത്തെ വലിയ ഗ്ലോബൽ വാർത്തയായിരുന്നു. വിക്ടർ ഓബറോൺ അതിൻ്റെ പ്രധാനമന്ത്രി തീർത്തും പറഞ്ഞു, ഞങ്ങൾ ഇവന്മാരെ ഒറ്റ ഒരുത്തിനെ കയറ്റത്തില്ല, നിങ്ങൾ എന്ത് കുന്തം വേണമെങ്കിലും ചെയ്തു. ഞങ്ങൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്തില്ല, കാരണം ഉക്രൈൻ പ്രസിഡന്റ് ജോക്കറാണ്. എന്തുകൊണ്ട് അയാൾ വാറിന് പോയി? ഇതിൻ്റെ പേരിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഹംഗറിയുമായിട്ട് ഉടക്കാം. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ സമാധാനത്തോടു കൂടി ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഹംഗറി മാത്രമാണ്. കാരണം ഇത് ഈ മാത്യു സാമുൽ സാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ഹംഗറിയിലേക്ക് സിറിയയിൽ നിന്ന് പല ആളുകളും, അവിടുത്തെ കുടിയേറ്റക്കാർ, അവിടുത്തെ പ്രശ്നങ്ങളുണ്ടായി വന്ന ആളുകൾ, അവിടുത്തെ ഈ പല പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോയി യൂറോപ്യൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലേക്ക് വന്ന സമയത്ത് ഹംഗറി മാത്രം ഇവരെ പ്രതിരോധിച്ചത് പന്നികളെ ഇറക്കിയിട്ടാണ്. പന്നികളെ പൂർണ്ണമായിട്ടും ഈ ഹംഗറിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്നിട്ടു. ആയിരക്കണക്കിന് പന്നികളെ കൊണ്ടുവന്നിട്ടു. ഇതാണ് കാര്യം. അപ്പൊ ഇതിട്ട സമയത്ത് ഇതിനെ മറികടന്ന് ഇവർക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കാരണം അത് പൂർണ്ണമാണ്. ഈ വിഷയം കൊണ്ട് മാത്രമാണ് ഇന്ന് ഹംഗറി കടുത്ത നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ അവിടെ സമാധാനമുണ്ട്. ഇന്ന് ബ്രിട്ടനിൽ സമാധാനമുണ്ടോ? ഓസ്ട്രിയയിലുണ്ടോ? സ്പെയിനിലുണ്ടോ? ജർമ്മനിയിലുണ്ടോ? ഫ്രാൻസിലുണ്ടോ? ഏത് യൂറോപ്യൻ രാജ്യത്താണ് സമാധാനപരമായിട്ട് അവിടുത്തെ ആളുകൾക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നത്? കാരണം ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നടക്കുന്നതല്ല, ന്യൂ ഇയർ ആഘോഷമായിക്കോട്ടെ, മറ്റെന്തെങ്കിലും ഒരു പരിപാടി ആയിക്കോട്ടെ, പോലീസിന്റെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ അവിടുത്തെ മിലിറ്ററിയുടെ വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ പഴയ രീതിയിലൊന്നും ഇവർക്ക് നടക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഭീകരമായിട്ടുള്ള ചിന്താഗതിയോട് കൂടി ഒരു കൂട്ടം ആളുകൾ അവിടെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ബ്രിട്ടൻ ഇപ്പോൾ 6 ലക്ഷം ഈ സുഡാപ്പികളെയാണ് രാജ്യത്തിന് പുറത്തേക്ക് ഇടാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. 6 ലക്ഷം ആളുകളെയാണ് പുറത്തേക്ക് വിടാൻ പോകുന്നത് നോക്കുമ്പോൾ, അങ്ങനെ ഒരു ചിന്താഗതി വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക എത്രത്തോളം വലിയ രീതിയിൽ തന്നെ ഈ ലോകത്ത് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഇപ്പൊ ആ ഒരു ചിന്താഗതിയിലേക്ക് അയക്കണം. അവരെത്രത്തോളം വലിയ രീതിയിൽ വയ്യാവേലിയാണ് ഈ കൊണ്ടുവന്ന് വെച്ചത് അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തേക്ക് സ്വീകരിച്ചത് എന്നുള്ളത് ഇപ്പോൾ അവർക്ക് ബോധ്യമായിരിക്കണം. അത്രത്തോളം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ ഹംഗറി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കാരണം സ്വസ്ഥമാണ്. നമ്മൾ നോക്കുക, ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്ത് മാത്രം ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഈ ജിഹാദി ഗ്രൂപ്പുകളുടെ പ്രശ്നങ്ങൾ, ഒരു മാസികയിൽ ഒരു ചെറിയൊരു വിഷയം, ഒരു ചിത്രം വരച്ചതിന്റെ പേരിൽ ആ മാസികയുടെ ഹെഡ് ഓഫീസ് അത് എത്ര വട്ടമാണ് ഇവന്മാർ ആക്രമിച്ചത്. അത് നിസ്സാരം ആക്രമണം, വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ. അതിലൊരു മഹാൻ നമ്മുടെ കേരളത്തിൽ നിന്നാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ലോകത്ത് എവിടെ ഒരു ഭീകരവാദ പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാലും, ഒരു സ്ഫോടനം നടന്നാലും വലിയ രീതിയിൽ അത് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏകദേശം ഭൂരിഭാഗം വിഷയങ്ങളിലും നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ ഒരു പള്ളിയിൽ സ്ഫോടനം, 300-ന് മുകളിൽ ആളുകളാണ് അന്ന് അവിടെ മരിച്ചു, പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കം. ഈസ്റ്ററിന്റെ അന്ന് രാവിലെ പ്രാർത്ഥനയ്ക്ക് വന്ന ആളുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം ഭീകരം. 4 പേര് ഫുള്ള് സ്ഫോടക വസ്തുക്കൾ ബാഗിൽ നിറച്ചുകൊണ്ട് ഈ പള്ളിയിലേക്ക് കയറുന്നതാണ്. തകർന്ന് തരിപ്പണമായി പോയി എന്നുള്ളതാണ്. ആ പള്ളിയുടെ ഒരു അവസ്ഥ ബാക്കിയുള്ള ചിത്രങ്ങളിൽ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഞെട്ടിക്കുന്ന വിഷയങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നടന്നത് എന്താണ്? ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ്? പുലസ്ത്രീ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയാണ് ഇതിലുണ്ടായിരുന്നത്. ആ പെൺകുട്ടി ഇതുപോലെ തന്നെ മതം മാറി. നമ്മുടെ നിമിഷയൊക്കെ മതം മാറിപ്പോയ പോലെ തന്നെ ഈ പുലസ്ത്രീ രാജേന്ദ്രൻ എന്ന് പറയുന്നത് MBBS പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി കൂടിയാണ് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഇതുപോലെയുള്ള നിലപാടുകൾ ഉള്ള ആളുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അപ്പോൾ ചിന്തിക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ എത്രത്തോളം വലിയ രീതിയിൽ സുഡാപ്പികളൊക്കെ പിന്തുണക്കുന്നു, അവർക്ക് ഏതെല്ലാം തരത്തിൽ പിന്തുണ കിട്ടുന്നു. ഇവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവിടെയുള്ള സുഡാപ്പികളെ മാത്രമല്ല ഈ പിന്തുണ കൊടുക്കുന്നത്, ഹമാസ് പോലെയുള്ള ഭീകരവാദ സംഘടനകൾ കൂടി പിന്തുണ കൊടുത്തുകൊണ്ട് പരസ്യമായിട്ട് ഇവിടെ പൊതുപരിപാടികൾ വരെ നടക്കുന്നു.
ഇവ വർഷങ്ങൾക്ക് മുന്നേ തന്നെ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വലിയ ആഭ്യന്തര യുദ്ധങ്ങളും പ്രശ്നങ്ങളും ലെബനനിലും സിറിയയിലൊക്കെ ഉണ്ടായ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ സമയത്ത് അവര് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കിട്ടിയ പണിയാണ് ഇപ്പോൾ ഇന്ന് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ഇപ്പൊ ഇവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നത് എന്താണ്? ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയ സമയത്ത് അദ്ദേഹം അവർക്ക് ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടൊരു കാര്യം കൊടുത്തിരുന്നു. അനധികൃതമായിട്ട് രാജ്യത്തേക്ക് കുടിയേറിയിട്ടുള്ളവന്മാരെ ഇവിടുന്ന് പുറത്താക്കും. അത് ഇന്ത്യയിൽ നടക്കാൻ അങ്ങോട്ട് കുടിയേറിയിട്ടുണ്ട്. അവരെ അടക്കം കയ്യിൽ എന്താ പറയാ വലിയ തരത്തിലുള്ള കൂച്ചുവില ഇങ്ങോട്ടിട്ടാണ് ഇങ്ങോട്ട് എത്തിച്ചത്. കാലിലും കയ്യിലൊക്കെ സൈനിക വിമാനത്തിലാണ് എത്തിച്ചത്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ഇവിടെ വന്നിറങ്ങി എന്ന് പറഞ്ഞുകൊണ്ടുള്ള മാധ്യമങ്ങളെ വലിയ പ്രശ്നം. അവരുടെ രാജ്യത്തേക്ക് അനധികൃതമായിട്ട് കടന്നു കയറിയിട്ടുള്ള ആളുകളെ എങ്ങനെ കൊണ്ടുവരണം, എങ്ങനെ കൊണ്ടുവരാതിരിക്കണം എന്നൊക്കെ അവർക്കറിയാം. അത് അവർ തീരുമാനിക്കും. അത് തീരുമാനിക്കുന്നത് നമ്മളല്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് അനധികൃതമായിട്ട് കുടിയേറിയിട്ടുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യണം, എങ്ങനെ അങ്ങോട്ട് എത്തിക്കണം ഒക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. അതിൽ മറ്റൊരു രാജ്യങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വിഷയം ട്രംപ് ചെയ്ത സമയത്ത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം, ഞങ്ങളും ഈ കുടിയേറ്റക്കാരെ ഞങ്ങളും പുറത്താക്കാൻ പോവുകയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും മുഴുവൻ രാജ്യങ്ങളും ഈ ഒരു നിലപാടിലേക്ക് ശക്തമായിട്ട് തന്നെ പോവുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സഹായിക്കാൻ ചെന്ന ആളുകൾക്ക് തന്നെ കിട്ടുക വെച്ചാൽ പാല് കൊടുത്ത കൈക്ക് തന്നെ പണി കൊടുക്കുന്ന പാമ്പിന്റെ കലാപരിപാടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഈ സുഡാപ്പികളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ കൃത്യമായിട്ട് സ്വയം ഒരു സംരക്ഷണം ഏറ്റെടുത്ത് കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കി നിന്ന സർക്കാരായിരുന്നു ഹംഗറിയുടേത്. ഹംഗറി അതിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തു. ഇവന്മാരെ ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇല്ല, കാരണം ഞങ്ങളുടെ രാജ്യത്ത് അത്യാവശ്യം എല്ലാവരും ഉണ്ട്, അവരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് പൊക്കൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലെയുള്ള സേവനം ചെയ്യാൻ, രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള സേവനം ചെയ്യാനുള്ള കലാപരിപാടിക്ക് ഞങ്ങൾക്ക് തൽക്കാലം താല്പര്യമില്ല. അന്ന് ബ്രിട്ടനും സ്വീഡനും സ്പെയിനൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും വിഷയങ്ങളും ഹംഗറിക്ക് നേരെ ഉണ്ടാക്കി വലിയ രീതിയിലുള്ള കലാപം ഹംഗറി ചെയ്യുന്നത് ക്രൂരമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ചെയ്താൽ, എന്താണ് നിങ്ങൾ ചെയ്യാത്തത്, എന്താണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ആയിട്ട് നിരന്തരമായിട്ട് വന്നു. പക്ഷെ ഹംഗറിക്ക് നേരത്തെ തന്നെ കാര്യമായി ഇവന്മാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട് നശിപ്പിച്ച് കളയുമെന്നുള്ള തർക്കമില്ല. അത്രത്തോളം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കും, അതിൽ സംശയമില്ല. അത് യൂറോപ്പിലെ രാജ്യങ്ങൾ വലിയ രീതിയിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നാണ് ഓസ്ട്രേലിയയിൽ 2 വ്യക്തികൾ, ഒരു നഴ്സും ഒരു ഡോക്ടറും ഇരുന്ന് പറയുകയാണ്, ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വരുന്ന ജൂതന്മാരെ പരമാവധി ഞങ്ങൾ പണി കൊടുത്തിട്ടാണ് വിടാറുള്ളത്. ജൂതന്മാരായിട്ടുള്ള ആളുകൾ അമേരിക്കയിൽ അവര് ചികിത്സയ്ക്ക് വേണ്ടി ഈ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് അവർക്ക് പരമാവധി ഒരു ഇസ്രായേലികൾ കാരണം ഇതിന്റെ പേരിൽ അവരെ പരമാവധി ഉപദ്രവിക്കുക, അവരെ ഏതെല്ലാം തരത്തിൽ അപകടത്തിലാക്കാൻ സാധിക്കും അതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ വിടാറുന്നത്. 2 സുഡാപ്പികൾ ഇരുന്ന് പറയുകയാണ്, ഒരു ആണും പെണ്ണും, ഡോക്ടറും നഴ്സും കൂടി ഇരുന്നത്. അത് ലോകം മുഴുവൻ കാണുകയാണ്, വീഡിയോ ചെയ്യുകയാണ്. അപ്പൊ ഇവർ ഈ മതഭ്രാന്തും നമ്മൾ ചിന്തിച്ച് നോക്കാം. അപ്പൊ ഇത്രത്തോളമുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാർ. അപ്പൊ ഇവരെയൊക്കെ ഓസ്ട്രേലിയ പോലും അടിച്ച് പുറത്താക്കാനുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ഇതാണ് യാഥാർത്ഥ്യം.